മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. KM ഷാജി മദനിയെ പോലെയാണ് എന്ന് ആഞ്ഞടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് S സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. അതിന് അനുകൂലമായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കി എന്നതിൻ്റെ പേരിൽ ഡോക്ടർ ചിത്രയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള നടപടി അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥയായിട്ടുള്ള ഡോക്ടർ ചിത്ര നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ചുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. സർക്കാരിൻ്റെ നയപ്രകാരം എന്ന് പറഞ്ഞാണ്, നയത്തിനെതിരാണ് എന്ന് പറഞ്ഞാണ് നടപടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ KM ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ളതാണ് KM ഷാജിയുടെയും സർക്കാരിൻ്റെയും നയമെങ്കിൽ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ നടപ്പാക്കേണ്ടത് ആ നയമാണ് എന്നുള്ള വാദമാണോ ശ്രീ VD സതീശനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനുമുള്ളത് എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഡോക്ടർ ചിത്ര ഭരണഘടനാനുസൃതമായും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ഉള്ള ചട്ടങ്ങൾക്കനുസൃതമായിട്ടുമുള്ള നിലപാടാണ് എടുത്തത്. ഒരു ജനപ്രതിനിധി, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനും അതോടൊപ്പം തന്നെ ലീവ് അപേക്ഷ കൊടുക്കാനുമുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് അച്ചടക്ക നടപടിക്ക് കാരണമാകുന്നത് എന്ന് KM ഷാജിയും VD സതീശനും വിശദീകരിക്കണം. ശ്രീ KM ഷാജിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾ കേരളത്തിൽ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ്. താങ്കൾ മദനിയെ പോലെ പെരുമാറരുത്. ജനാധിപത്യ അവകാശങ്ങൾ, ജനപ്രതിനിധികളുടെയും പൗരന്മാരുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മന്ത്രിയായിട്ട് KM ഷാജി പെരുമാറണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇന്ന് KM ഷാജിയുടെ പെരുമാറ്റം കാണുമ്പോൾ മന്ത്രിയായിട്ടല്ല മദനിയായിട്ടാണ് KM ഷാജി കേരളം ഭരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ശ്രീ VD സതീശൻ, അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടാണോ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്, അതോ KM ഷാജിയെ പോലെയുള്ള മതമാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ നിലപാടാണോ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കണം. ഞങ്ങൾക്ക് KM ഷാജിയോട് പറയാനുള്ളത്, മതമല്ല, ഭരണഘടനയാണ്, ചട്ടങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും നയിക്കേണ്ടത് എന്നാണ് KM ഷാജിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങൾ കേട്ടില്ലേ, BJPയുടെ സംസ്ഥാന നേതാവ് S സുരേഷാണ് ആഞ്ഞടിച്ചുകൊണ്ട് ഈ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ വിവേകമുള്ള സകല മലയാളികളും ഏറ്റെടുക്കില്ലേ? KM ഷാജി മദനിയെ പോലെയാണ് എന്ന് വിളിച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ജനപ്രതിനിധിയാണ് BJPയുടെ കൗൺസിലർ ആയിട്ടുള്ള സുഗതൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ലീവിന് അപേക്ഷിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇവിടെയില്ലേ? ജനാധിപത്യപരമായിട്ട് ലീവാണ് സുഗതൻ അപേക്ഷിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ കേസിന്റെ ഒക്കെ പിന്നാലെ പോയാൽ എന്താണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക? കാപ്പ കേസ് പോലും കള്ളക്കേസ് ചുമത്തിയതാണ് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? അത് BJP കൃത്യമായിട്ട് വിളിച്ചു പറയുന്നില്ലേ? ഇടതും വലതും കൂടിയാണ് ഈ കള്ളക്കേസ് ഇട്ടതും അധികാരത്തിന്റെ തിണ്ണവിടക്ക് കാരണമാണ് സുഗതനെ ഇപ്പോ ജയിലിൽ അടച്ചിട്ടുള്ളതും. എന്നിട്ട് ജയിലിലുള്ള സുഗതന്റെ കൗൺസിലർ സ്ഥാനം പോലും തെറിപ്പിക്കാൻ പല തന്ത്രങ്ങളുമായിട്ട് ശബരിനാഥനും കൂട്ടരും എത്തിയപ്പോ ഒരു ഉദ്യോഗസ്ഥ നിയമപരമായിട്ട് രാജ്യത്തെ ഭരണഘടനയിൽ ഉള്ളതുപോലെ തന്നെ ആ ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധിക്കുള്ള അവകാശമാണ് അവർ സർക്കുലറായിട്ട് കൗൺസിലിൽ പറയുന്ന കോർപ്പറേഷന് അയച്ചു കൊടുത്തിട്ടുള്ളത്. അതിലെന്താണ് കൃത്യമായിട്ട് പറയുന്നത്? വളരെ വ്യക്തമാണ്. സുഗതന്റെ ലീവ് അപേക്ഷ ജനാധിപത്യപരമായിട്ട് വോട്ടിനിട്ട് വിജയിച്ചാൽ അംഗീകരിക്കാമെന്ന്. ഇതല്ലേ ജനാധിപത്യം? ഇതല്ലേ ഭരണഘടനക്ക് ഉള്ളിലുള്ളത്? ഇത് മാത്രമാണ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര ചെയ്തിട്ടുള്ളത്. അവരെ ഇപ്പൊ KM ഷാജിയുടെ നേതൃത്വത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പുറത്താക്കിയിരിക്കുന്നു, ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു, നടപടി എടുത്തിരിക്കുന്നു. ഇതല്ലേ അധികാരത്തിന്റെ അടിച്ചമർത്തൽ എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യല്ലേ? അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തല്ലേ?
ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായിട്ട് ഒരു ജനപ്രതിനിധിയുടെ അവകാശമല്ലേ അവർ മുന്നോട്ട് വെച്ചത്. അവർ മുന്നോട്ട് വെച്ചത് പോലും കൗൺസിലിൽ വോട്ടിനിട്ട് വിജയിച്ചാൽ ലീവ് അംഗീകരിക്കും, കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കുമെന്ന്. ഇതിൽ എവിടെയാണ് നിയമപരമായിട്ട് തെറ്റുള്ളത്? ഇതിൽ എവിടെയാണ് ജനാധിപത്യ വിരുദ്ധതയുള്ളത്? ഇവിടെ ജനാധിപത്യ വിരുദ്ധതയും നിയമവിരുദ്ധതയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് KM ഷാജി അല്ലേ? എങ്ങനെയാണ് നിയമം നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥയെ, ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്യുക? അതാണ് കൃത്യമായിട്ട് സുരേഷ് ആഞ്ഞടിച്ച് രംഗത്തെത്തിയത്. മതമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സമുദായത്തിന് വേണ്ടിയാണ് അധികാരത്തിലേക്ക് എത്തുമെന്ന് വിളിച്ചു പറഞ്ഞ അതേ KM ഷാജി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്യുമ്പോ ഞങ്ങൾക്ക് മദനിയെ പോലെയാണ് KM ഷാജിയെ തോന്നുന്നത്, മന്ത്രി മദനിയെ പോലെയാണ് എന്ന് BJP നേതാവ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇവിടെ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതൊക്കെ തന്നെ BJP നേതാവ് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നില്ലേ? കേരളത്തിൽ BJP അല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് വളരെ ലളിതമാണ്, ഏതൊരു മലയാളിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അണ്ടർ സെക്രട്ടറി കൃത്യമായിട്ട് വോട്ടിനിട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്താൽ, ഈ പറയുന്ന അവധി അംഗീകരിച്ചാൽ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടും. അതിലെന്ത് ജനാധിപത്യ വിരുദ്ധത, എന്ത് നിയമവിരുദ്ധതയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ചിത്രയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. താലിബാനിസമാണോ ഈ KM ഷാജി നമ്മുടെ കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത്? ആ സർക്കുലറിൽ, ആ കത്തിൽ എവിടെയാണ് നിയമവിരുദ്ധം? ഇവിടെ സകല പ്രമുഖ മാധ്യമങ്ങളും അനുകൂല നിലപാടെടുത്തു എന്ന് പറയുന്നു. ഈ പറയുന്ന അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര അനുകൂല നിലപാടല്ല എടുത്തത്. ഈ രാജ്യത്തെ നിയമമാണ് അവർ മുന്നോട്ട് വെച്ചത്. അവർക്കനി CPM ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, മതപാർട്ടി ആയിട്ടുള്ള മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, ആരായിരുന്നു അവിടെ ഉള്ളത് എങ്കിലും അവർ ഈ നിയമപരമായ കാര്യമേ മുന്നോട്ട് വെക്കുകയുള്ളൂ. അതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ അതും ജനാധിപത്യ രീതിയിൽ അംഗീകരിച്ചാൽ, ജനാധിപത്യ രീതിയിൽ വോട്ടിനിട്ട് വിജയിച്ചാൽ ആ ലീവ് അനുവദിക്കും. അല്ല, ഒരു ജനപ്രതിനിധിക്ക് ലീവ് പോലും കൊടുക്കില്ലേ? രാഷ്ട്രീയപരമായിട്ട് ഇടത് ഭരിക്കുന്ന സമയത്തെടുത്ത കള്ളക്കേസുകളല്ലേ ലോക്കപ്പിലേക്ക്, ജയിലിലേക്ക് ഇപ്പൊ സുഗതനെ തള്ളിയത്? ഇതൊക്കെ സകല വിവേകമുള്ള മലയാളികൾക്കും അറിയാം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്താണ് UDF സർക്കാർ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. KM ഷാജി മദനിയെ പോലെയാണ് എന്ന് BJP നേതാവ് പറഞ്ഞത് വെറുതെയല്ല എന്നുള്ളത് സകല മലയാളികളും ഇപ്പോ തിരിച്ചറിഞ്ഞില്ലേ? വളരെ വലിയ രീതിയിലല്ലേ അടിച്ചമർത്തൽ. അതായത് തങ്ങൾ എടുക്കുന്ന വർഗീയ നിലപാടിന് ഒപ്പം നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സകലതും BJPക്കെതിരെ നിൽക്കൂ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ സകല നിയമവും കാറ്റിൽ പറത്തി ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ എടുത്ത് പുറത്തിടുമെന്നല്ലേ KM ഷാജി ഇപ്പോ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. ആ KM ഷാജി നമ്മുടെ കേരളത്തിൽ ഏത് തരത്തിലുള്ള നെറികെട്ട രീതിയിലാണ് ഇവിടെ ഭരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ.